ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കടല വെച്ചിട്ടുള്ള ഒരു വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, കടലവട. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് ഈ വട ഉണ്ടാക്കുന്നതിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. കടല വേണം, സവാള, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ കടല വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ കടല ഇടുക, എന്നിട്ട് നമുക്ക് അരയ്ക്കാം. കടല നമ്മൾ അരച്ചെടുത്തു. ഇനി അതിൽ തന്നെ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, നമ്മുടെ മുളക് പൊടി ഇവയെല്ലാം കൂടെ ചേർത്ത് ഒന്ന് നമുക്ക് അരച്ചെടുക്കാവേ. ഇനി നമുക്ക് അരച്ചത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന കടലയിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഉപയോഗിച്ച് നമുക്കത് കുഴച്ചെടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ പ്ലേറ്റിൽ പരത്തി വെച്ചിരിക്കുന്ന ഓരോന്നായിട്ട് തിളച്ച് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് വെന്ത ശേഷം കാണാം. ഇനി നമുക്ക് വട തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ വെന്ത ശേഷം നമുക്കിനി കാണാം. അപ്പോൾ നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റാം. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് സിമ്പിൾ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കടല വെറുതെ കളയാതെ നമുക്കിതുപോലെ ചായക്ക് സ്നാക്സായിട്ട് വട ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം താഴെ കമൻറ്റിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ. When there's no more hope